SSLC +2 ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് സ്ലാം ബുക്ക് ഉണ്ടല്ലോ, അതിന്റെ അകത്ത് ഞാൻ എപ്പോഴും അംബീഷനിൽ ടു ബിക്കം എ ഗുഡ് ഹ്യൂമൻ ബീങ് എന്ന് എഴുതിയിരുന്നു. എന്നാൽ mid-20 ഒക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അത് അത്ര ഗ്ലോറിഫൈ ചെയ്യാനുള്ള കാര്യമൊന്നുമല്ല. എസ്പെഷ്യലി നമ്മൾ സൊസൈറ്റി ജീവിക്കുമ്പോഴത്തേക്കും നമ്മൾ ഗുഡ് ഹ്യൂമൻ ബീങ് ആകുമ്പോഴത്തേക്കും ഒത്തിരി ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഞാൻ ട്രാക്ക് മാറ്റി ടു ബിക്കം എ ഗുഡ് ഹ്യൂമൻ ബീങ് എന്നുള്ളത് മാറ്റിയിട്ട് എന്റെ ബെറ്റർ വേർഷൻ എങ്ങനെയാക്കാം എന്നുള്ളതിൽ ശ്രദ്ധയായി. അതിനുവേണ്ടി കുറച്ച് മാറ്റങ്ങളൊക്കെ അനിവാര്യമാണ്. അതൊക്കെ എന്തെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ലവ് യുവർ സെൽഫ്. അതെനിക്ക് ആദ്യം പറയാനുള്ളത്, ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കും, മറ്റുള്ളവരോട് ഭയങ്കര കൈൻഡ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യും. പക്ഷെ നമ്മുടെ അടുത്ത് കൈൻഡ് ആകാറുണ്ടോ? നമ്മൾ കൈൻഡ്നെസ് കൂടി മറ്റുള്ളവരെ പ്രയോറിറ്റൈസ് തുടങ്ങും. നമ്മുടെ ഒരു പ്രയോറിറ്റിയിൽ നമ്മൾ ഫസ്റ്റ് വരത്തില്ല. അങ്ങനെ വരുമ്പോഴേ നമ്മളോട് തന്നെ കൈൻഡ് ആകാറില്ല. സോ നമ്മളോട് ഫസ്റ്റ് നമ്മൾ കൈൻഡ് ആക്കുക, നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കുക. ലവ് യുവർ ബോഡി ആൻഡ് സോൾ. അതായത് നമുക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ആണ്. എസ്പെഷ്യലി നമ്മൾ ടീനേജ് ഏജിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ആണ്. നമുക്ക് നിറം കുറവാണ്, നിറം കൂടിപ്പോയി, പിന്നെ വണ്ണമുണ്ട്, മെലിഞ്ഞിരിക്കുന്നു, പല്ല് പൊന്തിരിക്കുന്നു, പല്ല് അകത്തേക്ക് ഇരിക്കുന്നു, മൂക്ക് ചെറുതായി പോയി, വൃഗം ശരിയല്ല, നമ്മുടെ ഹെയർ ശരിയല്ല, അങ്ങനെ കുറെ ഇൻസെക്യൂരിറ്റീസ് നമുക്ക് കൗമാരമാകുമ്പോഴത്തേക്ക് എത്തും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും നമ്മൾ എങ്ങനെയാണ് അങ്ങനെ തന്നെ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. ശ്രമിച്ചാൽ മാത്രം പോരാ, നടക്കുകയും വേണം. നമ്മളെങ്ങനെയാണ് നമ്മളെങ്ങനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യണം, നമ്മൾ സ്വയം സൂപ്പറാണെന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ ചുറ്റും ഒരുപാട് പേര് പറയാൻ കാരണം നിങ്ങൾക്ക് അതാണ് പ്രശ്നം, നിങ്ങൾക്ക് ഇതാണ് പ്രശ്നം, നിങ്ങൾ ഇങ്ങനെ കൊള്ളത്തില്ല, അങ്ങനെ കൊള്ളത്തില്ല എന്ന് ഒത്തിരി പേര് പറയാനുണ്ടാകും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂപ്പറാണ് എന്നങ്ങ് വിചാരിക്കുക. മിററിൽ നോക്കുക, നമ്മൾ സൂപ്പറാണെന്ന് പറയുക. അത്രേ ഉള്ളൂ. നമ്മൾ സൂപ്പറാണ് സ്വയം നമ്മളിങ്ങനെ മിററിൽ നോക്കി പറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് സ്വയം ആ ഇൻസെക്യൂരിറ്റീസ് ഇങ്ങനെ കുറയുന്നത് നമ്മൾ എങ്ങനെയോ ഒരു പോയിന്റിൽ നമ്മളെ സ്വയം സൂപ്പറാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ഇങ്ങനെ മാഞ്ഞ് അങ്ങനെ പോകും. ഇത് മാത്രം പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് നമ്മൾ മാറണം. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി മാത്രമല്ല, നമ്മുടെ മൈൻഡ്, ഇമോഷൻ എല്ലാം നമ്മൾ പരിഗണിക്കണം. നമ്മുടെ മെന്റൽ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇമോഷണൽ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതുപോലെ നമ്മുടെ ബോഡിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൂടാതെ നമ്മുടെ സ്കിന്ന്, ഹെയർ എല്ലാം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങണം. നമ്മൾ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്, മീ ടൈം. ഈ മീറ്റ് നമുക്ക് എന്തോ കുറ്റം പോലെയാണ്. എസ്പെഷ്യലി നമ്മുടെ പഴമക്കാരൊക്കെ കുടുംബത്തിൽ നിന്ന് വന്നവരായിരിക്കും. അപ്പോൾ ഇതൊരു നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്നത്, നമ്മുടെ ഒരു മീറ്റ് ടൈം ഒക്കെ എന്തോ ഒരു കുറ്റം പോലെ കാണപ്പെടാം. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ആരും നോക്കുക. മീറ്റ് ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഇമോഷണൽ മെന്റൽ ഹെൽത്തിനൊക്കെ. പിന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും നമ്മുടെ മീറ്റ് ടൈം ആവശ്യമാണ്. പിന്നെ മെഡിറ്റേഷൻ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു ദിവസത്തിൽ കുറച്ച് നേരം നമുക്കായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. ഈ സമയം നമുക്ക് വെറുതെ ഇരിക്കാം, നമ്മുടെ ഹോബീസിൽ ഏർപ്പെടാം. ഇനി നമുക്ക് എന്തെങ്കിലും ടാലന്റ് ഉണ്ട്, സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈം നമുക്ക് അതിനെ പോളിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാവുന്നതാണ്. ഹെൽത്തിന് വേണ്ടി എക്സസൈസ് ചെയ്യുക, ജിമ്മിൽ പോകുക, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളെ ഹാപ്പി ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ തുടങ്ങണം. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുക. അപ്പൊ നമ്മൾ ലൈഫിൽ ഹാപ്പി ആകാൻ തുടങ്ങും. പതുക്കെ നമ്മൾ ഹാപ്പി ആകുന്നതിനനുസരിച്ച് നമുക്ക് ആ ഹാപ്പിനെസ് ചുറ്റും കൊടുക്കാനും പറ്റും. അപ്പൊ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഹാപ്പിനെസ് തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ ആ ഒരു ചുറ്റുപാടില്ല, അത് ഹാപ്പിനെസ്സിലായിട്ട് പോസിറ്റീവ് വൈബിൽ, പോസിറ്റീവ് ഓറയിൽ നമുക്ക് നിർത്താൻ വേണ്ടി പറ്റുന്നതാണ്. ലവ് യുവർ സെൽഫിൽ നെക്സ്റ്റ് ഉള്ളതാണ്, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് ആൻഡ് സപ്പോർട്ടീവ് പീപ്പിൾ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ചുറ്റുപാട് നമുക്ക് സ്വയം എത്ര മാറി എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു വിൽ പവറിനെ തകർക്കാൻ വേണ്ടി അടുത്തുള്ള നമ്മുടെ ചേർന്നിരിക്കുന്ന ആൾക്കാർ തന്നെ മതിയാകും. സോ അടുത്ത് നമ്മളിപ്പോൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നിർത്തുക. നിനക്ക് അത് പറ്റില്ല, ഇത് പറ്റത്തില്ല, നിനക്ക് അത് ചേരത്തില്ല, ഇത് ചേരത്തില്ല, നിന്റെ ആ ഡിസിഷൻ അങ്ങനെ ആയിപ്പോയി, മോശമായി പോയി, അത് ശരിയായില്ല, നിങ്ങളുടെ അങ്ങനെയുള്ളത് ശരിയായില്ല, അങ്ങനെ എല്ലാത്തിലും ഒരു നെഗറ്റീവ് പറയുന്ന ആൾക്കാരല്ലേ. അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ അകന്നു നിൽക്കുക. ഇനി അതിലെന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആൾക്കാരിൽ നിന്ന് മെയിൻ ആയിട്ട് നമ്മൾ അകന്നു നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ ബ്ലഡ് റിലേഷനിൽ ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാക്കും, ഒന്നും പറ്റില്ല. സോ ഒരു ബൗണ്ടറി അങ്ങ് ക്രിയേറ്റ് ചെയ്യുക, അതേ നമുക്ക് പറ്റത്തുള്ളൂ. നിങ്ങളുടെ നേട്ടങ്ങളിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മാക്സിമം അടുത്ത് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പണ്ട് പോലെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം, ആപത്തിൽ നിൽക്കുന്ന ആൾ നല്ലൊരു സുഹൃത്താണെന്ന്. അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോ ആപത്തിൽ കൂടെ നിൽക്കുന്ന ആള് ഈ വീഴ്ച ഉണ്ടെന്ന് അങ്ങനെ കിട്ടിയല്ലോ, അവൻ അത് എന്താ വേണമെന്ന് പറഞ്ഞിരിക്കുന്നവനായിരിക്കും. സോ ആപത്തിൽ നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആളിനെക്കാളും ബെറ്റർ എപ്പോഴും നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ഒരാളായിരിക്കും. നമ്മുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്ന, നമ്മുടെ സന്തോഷങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവര് പ്രത്യേകിച്ച് അസൂയയില്ലാത്ത ആൾക്കാരില്ലേ, അവർ നല്ലതായിരിക്കും. അവരെ നമുക്ക് അടുത്ത് നിർത്താവുന്നതാണ്. ഡോണ്ട് യൂസ് യുവർ സെൽഫ് ഫോർ അതേഴ്സ്. എല്ലാവരും യുണീക്കാണ്. ഒരാളെ പോലെ വേറൊന്ന് കാണും, 7 പേര് കാണും, അങ്ങനെയൊക്കെ പറയുമെങ്കിലും പക്ഷെ എല്ലാവരും യുണീക്കാണ്. നമ്മുടെ ഫിംഗർ പ്രിന്റ് യുണീക്ക് ആണല്ലോ. നമ്മുടെ ഈ ബയോമെട്രിക് എടുക്കുന്ന എന്തിനാ, ആധാർ കാർഡിലൊക്കെ എല്ലാവരും യുണീക്കാണ്. സോ നമുക്ക് എല്ലാവർക്കും യുണീക്ക് പേഴ്സണാലിറ്റി ആണുള്ളത്, യുണീക്ക് ഫിസിക്കലാണുള്ളത്. അത് നമ്മൾ അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുക. നമ്മൾ വേറൊരാളാകാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി എന്താണോ അത് ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ ബെറ്റർ വേർഷനിലോട്ട് നമ്മളെപ്പോഴും കൊണ്ടുപോകുക. റെസ്പെക്ട് യുവർ സെൽഫ്. നമ്മളെപ്പോഴും മറക്കുന്നതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കാൻ വേണ്ടി ഭയങ്കര ത്വരയുള്ളവരാണ്. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് എല്ലാവരും ബഹുമാനിക്കണമെന്ന്. പക്ഷെ നമ്മളെ ബഹുമാനിക്കാറുണ്ടോ? പലപ്പോഴും ഇല്ല. നമ്മളിപ്പോ പലതിനും വേണ്ടിയിട്ട് നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. എസ്പെഷ്യലി നമ്മൾ ലവിന്റെ കേസിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ ഡിസ്റെസ്പെക്ട് ചെയ്യും. നമ്മളെ ഭയങ്കരമായിട്ട് നമ്മൾ
ലോ ലെവലിൽ എത്തിക്കും. അതിനുവേണ്ടി നമ്മൾ ബെഗ് ചെയ്യാൻ തുടങ്ങും. സോ അത് ഇങ്ങനൊരു കാര്യം മാത്രമല്ല, എല്ലാ സിറ്റുവേഷനും നമ്മളെ റെസ്പെക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള റെസ്പെക്ട് ചെയ്യുക. നമ്മളെ റെസ്പെക്ട് ചെയ്യാതെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തിട്ട് യാതൊരു യൂസും ഇല്ല. അതുപോലെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടത്തിൽ 5 പേര് ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും കളിയാക്കുന്ന, ഇൻസൾട്ട് ചെയ്യുന്ന, ഹരാസ് ചെയ്യുന്ന, ബുള്ളി ചെയ്യുന്ന, അവിടെ നമ്മൾ ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ ഇരിക്കുന്ന, റിലേറ്റീവ്സിന്റെ ഗ്യാങ്ങിൽ ഇരിക്കുന്ന, എല്ലാം കൂടെ നമ്മളെ ഹരാസ് ചെയ്യുന്ന, ബുള്ളി ചെയ്യുന്ന, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന, നമ്മളെന്തോ ഒരു കോമാളിയാക്കി മാറ്റുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നിന്നു കൊടുക്കാതിരിക്കുക, ഒഴിഞ്ഞു മാറുക. ഇനി മെയിൻ സെക്കൻഡ് പോയിന്റ് ആണ് സെറ്റ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ ഗോൾ. നമ്മൾ നമ്മുടെ ഗോളിൽ ശ്രദ്ധിക്കുക. ഇതുവരെ ഗോളൊന്നും ഉണ്ടായില്ലേ, സാരമില്ല, നമ്മൾ ചിന്തിക്കുക നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുന്നത്, നമുക്ക് എന്താവണം ഭാവിയിൽ, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഭാവിയിൽ നമ്മളെ കാണുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതുവരെ ഗോൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാലന്റ്, നമ്മുടെ സ്കിൽ എന്തൊക്കെ നമ്മൾ അറിയുക. ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെ ഉണ്ടാവണം നമ്മളൊന്ന് ചിത്രീകരിക്കുക നമ്മുടെ ഇമാജിനേഷനിൽ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇന്ന് തൊട്ട് പ്രയത്നിക്കാൻ വേണ്ടി തുടങ്ങുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോക്ടർ ആവണം, അതാണ് നമ്മുടെ അംബിഷൻ. ഫ്യൂച്ചർ നമുക്ക് ഫേമസ് ഡോക്ടർ ആവണം. ഡോക്ടർ ആകാൻ വേണ്ടി നീറ്റ് നോക്കണം അറിയാം, പക്ഷെ നീറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. ഇപ്പോഴും മെഡിക്കൽ ജേർണൽസ് വായിച്ചു തുടങ്ങുക. എസ്പെഷ്യലി ഇംഗ്ലീഷിലുള്ള ജേർണൽസ് വായിക്കുന്നതായിരിക്കും ബെറ്റർ, കാരണം അവിടെ പഠിക്കാനുള്ളതെല്ലാം ഇംഗ്ലീഷിലാണ്. പിന്നെ നമ്മൾ ടാലന്റ് വെച്ച് ഫേമസ് മ്യൂസീഷ്യൻ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിൽക്കാലത്ത് നമ്മളെ കാണുമ്പോഴത്തേക്കും അന്നത്തേക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങുക. പിന്നെ ആർട്സ് എന്തായാലും, പിന്നെ നിങ്ങൾക്ക് സ്കിൽ ലൈക്ക് ഡ്രൈവിംഗ് ആണെങ്കിൽ ഇപ്പോഴേ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുക. ഓരോ ദിവസം അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. കുറച്ച് പേര് പറയും എനിക്ക് ഒരു കഴിവുമില്ല, ഒരു സ്കില്ലും ഇല്ല, എനിക്ക് അറിയത്തില്ല ഇനി എന്താണ് ഗോൾ എന്ന്. അപ്പൊ നിങ്ങൾക്ക് ഈ ഫോൺ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഫോൺ വെച്ചിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോ എന്നത് ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോയുടെ ടൈപ്പുള്ള വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ ഫോണുള്ള എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ അതിനുവേണ്ടി നിങ്ങൾ ചെറുതായിട്ട് ട്രൈ ചെയ്ത് തുടങ്ങുക. അപ്പൊ അതൊക്കെ എഡിറ്റിംഗ് പഠിക്കുക, പിന്നെ വീഡിയോ എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് പഠിക്കുക. ഇതൊക്കെ സ്വയം പഠിച്ചിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിൽ വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങുക. ഇനി നിങ്ങൾക്ക് ഫേസ് കാണിക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഫേസ് കാണിക്കാനുള്ള ക്രിയേറ്റിവിറ്റി ഒരുപാടുണ്ട്, അത് ചെയ്യാവുന്നതാണ്. ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പതുക്കെ പഠിക്കുക. സോ ഒരു ടാലന്റും ഇല്ല, ഒരു സ്കില്ലും ഇല്ല, ഒരു ഗോളും ഇല്ല എന്നുള്ളവർക്ക് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ സ്ഥിരമായിട്ട് ഒരേ കാര്യം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, അവോയ്ഡ് ട്രെയിനിങ് ആക്ടിവിറ്റീസ്. നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മളങ്ങ് മാറ്റുക. ഇപ്പൊ നമ്മുടെ സ്വഭാവത്തിൽ കാണും, നമ്മുടെ കയ്യിലിരിപ്പിൽ കാണും, അതൊക്കെ നമ്മൾ പതുക്കെ മാറ്റുക. ഫോർ എക്സാമ്പിൾ, പക കൊണ്ട് കിടക്കുക, ഭയങ്കര ആങ്കർ ഇഷ്യൂസ്, ഭയങ്കര പൊസസീവ്നെസ്. ഈ ആങ്കർ ഇഷ്യൂസും പൊസസീവ്നെസ് ഒക്കെ നമ്മൾ കുറച്ചുള്ളതാണ്, പക്ഷേ ഇതൊക്കെ അമിതമാകാതിരിക്കുക. പിന്നെ അസൂയ, കുശുമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റുക. പക്ഷെ നമ്മൾ പക കൊണ്ട് നടക്കലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം മറക്കണമെന്നല്ല, നമ്മൾ ക്ഷമിക്കാം, പക്ഷെ മറക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാൾ ഹേർട്ട് ചെയ്തു, നമ്മൾ ക്ഷമിച്ചു, അത് ഓക്കെയാണ്. പിന്നെ നമ്മൾ മറന്നിട്ട് അയാൾ നമ്മൾ വീണ്ടും ലൈഫോട്ട് എടുത്തിട്ട് അവർക്ക് വീണ്ടും ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചാൻസ് കൊടുത്തിട്ട് നമ്മൾ ഫുൾ ആണെന്ന് അർത്ഥമുള്ളൂ, അല്ലാണ്ട് വേറെ കാരണമൊന്നുമില്ല. കാരണം അവർ നമ്മൾ വീണ്ടും ഹേർട്ട് ചെയ്തുകൊണ്ടെങ്കിൽ നമ്മൾ വീണ്ടും മറന്നുകൊണ്ട് ക്ഷമിച്ചുകൊണ്ടിരുന്നാൽ ഒരു കാര്യമില്ല. സോ ക്ഷമിച്ചാൽ മതി, മറക്കേണ്ട ആവശ്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആങ്കർ ഇഷ്യൂസ്, ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ ഭയങ്കരമായിട്ട് ആങ്കർ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് പതുക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവരിക. നമ്മൾ കൂടുതൽ പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുക. പെട്ടെന്ന് ദിവസം കൊണ്ട് പറ്റത്തില്ല, നമുക്ക് പതുക്കെ മാറ്റാവുന്നതാണ്. നമ്മൾക്ക് ദേഷ്യം ഉണ്ടാകുന്ന കാരണങ്ങൾ കുറെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ആ കാരണങ്ങൾ നമ്മൾ അകന്ന് നിൽക്കുക. ഇപ്പൊ നമുക്ക് കള്ളം പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും ദേഷ്യം വരുന്നെങ്കിൽ കള്ളം പറയുന്ന ആൾക്കാരുടെ നിന്ന് മാറി നമുക്ക് വരെ. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. മാക്സിമം ഹാപ്പി ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഹാപ്പി ആയിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ചെറിയ കാര്യത്തിൽ നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റും. നമ്മളിപ്പോ ബംഗ്ലാവ് വീട്ടിൽ ഹാപ്പി ആവുന്ന പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് കിട്ടുമ്പോഴത്തേക്കും, ഇഷ്ടമുള്ള ഒരു ഫിലിം കാണുമ്പോഴത്തേക്കും, മനസ്സിലായില്ല, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ ഒരു ഈവനിങ് വാക്കിന് പോകുമ്പോഴത്തേക്കും നമുക്ക് ഹാപ്പി ആകാൻ വേണ്ടി പറ്റണം. അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ഹാപ്പി ആവാൻ പറ്റണം. ഇപ്പൊ ഈവനിങ് വാക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞാണ്. മോർണിംഗ് വാക്ക് ഇഷ്ടമുള്ളവർക്ക് മോർണിംഗ് വാക്ക്, അങ്ങനെ ചെറിയ നിസ്സാരമായിട്ടുള്ള എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പി ആവാൻ പറ്റുന്നെങ്കിൽ അത് നല്ലതാണ്. നെക്സ്റ്റ്, കോൺസ്റ്റന്റ്ലി പറയും. നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ പോസിറ്റീവ് ആയിരിക്കും, നന്നായിട്ട് ബെറ്റർ വേർഷനിൽ പോകാനൊക്കെ നമ്മൾ വിചാരിക്കുന്നതാണ്. പക്ഷെ നടക്കണമെന്ന് പൂർണ്ണ വിശ്വാസം നമുക്ക് പറയാൻ പറ്റില്ല. ഗ്യാരണ്ടി ഒന്നുമില്ല. ലൈഫാണ്, അടുത്ത നിമിഷം പോലും നമുക്ക് നമ്മുടെ കയ്യിലില്ല. സോ നമുക്കത് അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചറിൽ അതാവോ ഇങ്ങനെ ആവോ, അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് നമ്മൾ മോശമാക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ടെൻഷൻ ഒക്കെ നമ്മൾ നെഗറ്റീവ്ലി ബാധിക്കത്തേ ഉള്ളൂ. ഒരുപാട് ഹോർമോൺ ഇംബാലൻസ് വരാം, പിന്നെ പ്രഷർ പോലത്തെ കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാം, ബ്ലഡ് പ്രഷർ ഒക്കെ, നമുക്ക് സ്കിന്നിൽ സൈൻസ് ഓഫ് ഏജിങ് പെട്ടെന്ന് ഉണ്ടാവാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി മാക്സിമം ചില്ല് ചെയ്തിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്നതാണ് നെഗറ്റിവിറ്റി. നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി നമ്മൾ എടുത്തു കളയണം, നമ്മുടെ ചുറ്റുപാടുള്ള എടുത്തു കളയണം. ഈ ചുറ്റുപാടുകൾ എടുത്തു കളയുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തുള്ള സർക്കിൾസ് കുറഞ്ഞു വരും. നമ്മുടെ അടുത്ത് പിന്നെ കുറച്ച് ഒരു 5-10 ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. സോ അത് നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക. നിങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് വേണം, വലിയൊരു സർക്കിൾ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. ഒരു പോസിറ്റീവ് എനർജി ചുറ്റും വേണമെന്നുണ്ടെങ്കിൽ സർക്കിൾ ചെറുതായിട്ട് തന്നെ വരും. അത് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ആയിരിക്കുക. പക്ഷേ പോസിറ്റീവ് മൈൻഡുള്ള ചെറിയ സർക്കിൾ ഇല്ല, അത് നിങ്ങൾക്ക് ഒരുപാട് വലിയ ഗുണങ്ങൾ കൊണ്ടുതരുന്നതാണ് ലൈഫിൽ. ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ്,
യു ആർ യുവർ ഓൺ ബിഗ് പ്രോജക്റ്റ്. നമ്മുടെ ലൈഫ് നമ്മുടെ ബിഗ് പ്രോജക്റ്റ് ആണ്. അത് ഫെയിൽ ആകാതിരിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് നമുക്ക് വേറെ ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. പരിധിവരെ നമ്മൾ വളർന്ന സാഹചര്യം നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ കാണും. പക്ഷെ നമ്മളത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അത് ബ്രേക്ക് ചെയ്ത് പുറത്തു വന്നാലും നമ്മൾ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ പ്രോജക്റ്റ് ജയിക്കാം, തോൽക്കാം, ചിലപ്പോൾ മിഡിലിൽ നിൽക്കാം, സ്റ്റാറ്റിക് ആയിട്ട് ഒരു പൊസിഷനിൽ നിൽക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ അടുത്തുള്ള ആൾ പെട്ടെന്ന് ജയിച്ചിരിക്കും, നമ്മൾ തോറ്റിട്ടുണ്ടാവാം, നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം, നമ്മളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ടാവാം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ കേൾക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് ആണ്, നമ്മൾ യുണീക്ക് ആണ്, നമ്മുടെ പ്രൊജക്റ്റ് നമ്മുടെ മാത്രമാണ്. നമ്മൾ ജയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, നമ്മുടെ ബെറ്റർ വെർഷൻ ആകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ഓരോ ദിവസവും ട്രൈ ചെയ്യുക. ചിലപ്പോൾ ഒരു റിസൾട്ടും കണ്ടില്ലായിരിക്കും, പക്ഷെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും മാറ്റം ഉണ്ടാവും. ഇപ്പൊ എസ്പെഷ്യലി നമുക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് സ്വഭാവം ഉണ്ട്, അത് മാറ്റാൻ വേണ്ടി ഒറ്റ ദിവസം കൊണ്ട് പറ്റത്തില്ല, ഭയങ്കര ടൈം എടുക്കും. അത് പതുക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. സോ ഓരോ ദിവസം നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ബെറ്റർ വെർഷൻ ആകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് 2.0 വെർഷനോട് നമ്മൾ എത്തുക. നമ്മൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ, നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ, എല്ലാം അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ സ്വയം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മറന്നു പോകും. നമ്മൾ പണ്ടത്തെ ആ ഒരു ഇതിൽ നമ്മൾ ചിലപ്പോൾ പിന്നേ ഇരിക്കുന്നുണ്ടാവും ഒരു 20 വർഷമൊക്കെ. ഫോൺ പോലെ നമ്മളൊരു 6 മാസം ഇടയ്ക്കൊക്കെ എത്രയോ വട്ടം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. സോ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് നമ്മൾ മടി കാണിക്കാണ്ടിരിക്കുക. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, അവിടെ എത്തി, നമ്മൾ ജയിച്ചു, കഴിഞ്ഞു എന്നല്ല, നമ്മൾ ഫോൺ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തോളണം. സോ നമ്മളെ വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പുതിയ ഗോൾ കണ്ടെത്തുക, അവിടെ എത്താൻ വേണ്ടി ട്രൈ ചെയ്യുക. ഈ ജേണി തുടർന്നുകൊണ്ടേ ഇരിക്കുക. സോ ഹാപ്പി ജേണി.